ജയസൂര്യ സാർ, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു സംഭവം തന്നെ. ഒരു 2 സീറ്റ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഡൽഹിയുടെ ചരിത്രത്തിൽ തന്നെ 50 സീറ്റ് എന്നുള്ളതിലെത്തിയിരുന്നു. കാരണം BJP ഇതിനു മുൻപ് 49 സീറ്റുകൾ നേടിയിട്ടുണ്ടല്ലോ. എന്തായാലും അത് നമുക്ക് നേടാൻ പറ്റിയില്ല. എന്നിരുന്നാലും ഒരു ചരിത്രപരമായിട്ടുള്ള നീക്കം, 27 വർഷങ്ങൾക്ക് ശേഷം ഇനി ഇന്ദ്രപ്രസ്ഥം ആര് ഭരിക്കും എന്നുള്ള ചോദ്യത്തിന് ഇനി മോദിജി അതല്ലെങ്കിൽ നമ്മുടെ BJP തന്നെ മാത്രമേ ഇനി ഭരിക്കാനുള്ളൂ എന്ന രീതിയിലേക്ക് മാറ്റുന്ന രീതിയിലേക്ക് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് സാർ ഈ ഒരു തിരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യുന്നത്? ഇത് കേവലം ആം ആദ്മി പാർട്ടിക്ക് എതിരായി നേടിയ ഒരു വിജയമായിട്ടല്ല ഞാൻ കാണുന്നത്. വിദേശ ശക്തികൾ ഇന്ത്യക്കകത്ത് കയറി ചില വ്യക്തികളെയും സ്ഥാപനങ്ങളെയും മുൻനിർത്തി നിലവിലുള്ള ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നടത്തുന്ന അതിഗൂഢമായിട്ടുള്ള ഡീപ് സ്റ്റേറ്റ് കളിയുടെ അന്ത്യമാണ് ആം ആദ്മി പാർട്ടിയുടെ അന്ത്യം. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ അന്ത്യമായി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മറ്റു പല ചാനലുകളിലും അവർ പറഞ്ഞു ധാരാളം അവർക്ക് വോട്ടുണ്ട്, 40% എന്നൊക്കെ. പക്ഷെ ഒരു കാര്യം നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്, ഇതൊരു പാർട്ടി അല്ല, ഇതിനൊരു പ്രത്യയശാസ്ത്രമില്ല, ഇതിന് ചട്ടക്കൂടില്ല, ഇതിന് സംഘടനയില്ല, ഇതിന് കേഡറില്ല. ഇതൊരു വികാരമായിരുന്നു. ഷീലാ ദീക്ഷിതിന്റെ 15 വർഷക്കാലം നീണ്ട ഭരണത്തിന്റെ അഴിമതി കുണ്ടിൽ നിന്ന് തലസ്ഥാന നഗരിയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു മൂവ്മെന്റ് അണ്ണാ ഹസാരെ ആരംഭിച്ചു. അതൊരു സോഷ്യൽ മൂവ്മെന്റ് ആയിരുന്നു, രാഷ്ട്രീയ പാർട്ടി അല്ലായിരുന്നു. ആ സോഷ്യൽ മൂവ്മെന്റിനെ തട്ടിയെടുത്ത് രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റി മുഖ്യമന്ത്രി ആവുകയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന പരമദുഷ്ടൻ ചെയ്തത്. പരമദുഷ്ടൻ എന്ന് ഞാൻ പറയാൻ കാരണം അയാൾ ചെയ്ത ദുഷ്ടതരം മാത്രം വലുതാണ്. അതായത് കേന്ദ്ര ഭരണത്തിന്റെ തണലിന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് കിട്ടുന്ന പണം മുഴുവൻ ജനങ്ങൾക്ക് ഫ്രീ ബീസായി കൊടുത്ത് എല്ലാവരെയും കയ്യിലെടുത്തു. അപ്പൊ സൗജന്യമായിട്ട് ബസ്സിൽ യാത്ര, സൗജന്യമായിട്ട് ഇലക്ട്രിസിറ്റി, സൗജന്യമായിട്ട് വാട്ടർ കേൾക്കുമ്പോൾ നല്ല സുഖ. പക്ഷെ ഇതിന്റെ ഒരു മറുവശം ഉണ്ടായിരുന്നു. സൗജന്യമായിട്ട് 200 യൂണിറ്റ് വരെ വൈദ്യുതി ഡൽഹിയിലെ പാവങ്ങൾക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഈ പണം എവിടുന്നാ കണ്ടെത്തിയത്? ഡൽഹിയിലെ വ്യവസായികളുടെയും ബിസിനസ്സുകാരുടെയും ചാർജ്, വൈദ്യുതി ചാർജ് കൂട്ടി. തൽഫലമായിട്ട് എന്താ സംഭവിച്ചത്? ഡൽഹിയിലെ വ്യവസായശാലകൾ പൂട്ടി, ഡൽഹിയിലെ ചെറുകിട സംരംഭങ്ങൾ പൂട്ടി, ഡൽഹിയിലെ ബിസിനസ്സുകൾ പൂട്ടി. അപ്പോൾ ആ വ്യവസായത്തിലും ചെറുകിട വ്യവസായത്തിലും ബിസിനസ്സിലുമൊക്കെ പണിയെടുത്തിരുന്ന പാവങ്ങളുടെ പണി പോയി. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ് അരവിന്ദ് കെജ്രിവാൾ ചെയ്തത്. വീട്ടിലെ 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായിട്ട് തന്നിട്ട് വീട്ടിലേക്ക് അരി മേടിക്കാൻ വേണ്ടി മാസശമ്പളം കിട്ടിയിരുന്ന ആ ഫാക്ടറി പൂട്ടി. അവര് നോയിഡയ്ക്ക് പോയി, അവര് ഫരീദാബാദിലേക്ക് പോയി, അവര് ഗുഡ്ഗാവിലേക്ക് പോയി. അവരുടെ ഫാക്ടറി അവിടെ തുടങ്ങി, അവരുടെ ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അവർക്കൊരു നഷ്ടവും പറ്റിയില്ല. പക്ഷെ പണി പോയവന്റെ ജീവിതം വഴിമുട്ടിയപ്പോഴാണ് മനസ്സിലായത് അരവിന്ദ് കെജ്രിവാൾ ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്ന്. അതിന്റെ ശക്തമായ തിരിച്ചടിയാണ് ഇന്നുണ്ടായത്. മാത്രമല്ല, രാജ്യവിരുദ്ധരായിട്ടുള്ള രോഹിംഗ്യൻ മുസ്ലിങ്ങൾ അടക്കമുള്ള ബംഗ്ലാദേശി മുസ്ലിങ്ങളെ വൻതോതിൽ ഡൽഹിയിൽ കൊണ്ടുവന്ന് കുടിയിരുത്തി അവർക്കൊക്കെ വോട്ടർ ഐഡന്റിറ്റി കാർഡ് കൊടുത്ത് അവരെയൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കി ആം ആദ്മി പാർട്ടിയുടെ കൂടെ നിർത്തി. അവരൊക്കെ ഡൽഹിയിലെ തെരുവോരങ്ങളിൽ അനധികൃതമായിട്ടുള്ള നിരവധി കച്ചവട സ്ഥാപനങ്ങളും പരിപാടികളുമായിട്ട് വഴിന്ന് തിങ്ങി നിറഞ്ഞു. ഡൽഹിക്കാരന് സ്കൂട്ടർ പോലും ഓടിക്കാൻ മേലാത്ത അവസ്ഥയുണ്ടായി. ആവശ്യത്തിലേറെ വൈദ്യുതി കണക്ഷനുകളും വാട്ടർ കണക്ഷനുകളും ഗ്യാസ് സിലിണ്ടർ കണക്ഷനുകളും കൊടുത്ത് സാമാന്യ ജനങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന സേവനങ്ങൾ മുഴുവൻ നശിപ്പിച്ചു. ഡൽഹിയില് രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകാൻ വേണ്ടി, രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി, രാവിലെ കോളേജിൽ പോകാൻ വേണ്ടി ഒരു കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ മുഴുവൻ ബാത്റൂമിലേക്ക് കയറുമ്പോൾ അവിടെ വെള്ളമില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞ കക്കൂസിൽ പോകാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല. കൃത്യസമയത്ത് ഓഫീസിലും സ്കൂളിലും ആശുപത്രിയിലും ചെല്ലേണ്ടവർ ചെല്ലാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ അവര് ശപിച്ചു. വെള്ളമില്ലാത്ത, വൈദ്യുതിയില്ലാത്ത, സാമ്പത്തികമായിട്ട് വരുമാനമുണ്ടായിരുന്ന തൊഴിൽ തന്നെ നഷ്ടപ്പെടുത്തിയ കേജ്രിവാളിന്റെ അഭീകര മുഖം മഹാദുഷ്ടനാണ് എന്ന് തിരിച്ചറിഞ്ഞത് പിന്നീടാണ്. അതിന്റെ തിരിച്ചടിയാണ് ഇപ്പോ കിട്ടിയത്. ഈ കേജ്രിവാളിനെ ഉയർത്തി നിർത്തിയതും സ്പോൺസർ ചെയ്തതും ആരാണ് എന്ന് തെളിയിക്കുന്ന ഒരൊറ്റ പോയിന്റ് ഞാൻ പറയാം. ഇന്ത്യ മഹാരാജ്യത്ത് 135 വർഷം പഴക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഉണ്ട്. ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ ത്രിവർണ്ണ പതാകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഉണ്ട്, ഹരിത കുങ്കുമ പതാകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, അവർക്ക് ചുവന്ന പതാകയാണ്. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി ഉണ്ടായിട്ട് 13 കൊല്ലമേ ആയുള്ളൂ. അതിനിടയിൽ അവർ പതാക മാറ്റി. എന്തിനു വേണ്ടിയാ പതാക മാറ്റിയത്?
അവർ ഖാലിസ്ഥാൻ പതാകയുടെ അതേ നിറം സ്വീകരിച്ചു. ആദ്യം വെളുത്ത തുണിയിൽ കറുത്ത ചൂലായിരുന്നെങ്കിൽ പിന്നീട് അവർ ഖാലിസ്ഥാൻ പതാകയുടെ നിറങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സ്വന്തം പതാക മാറ്റി. ആർക്ക് വേണ്ടിയാ? ഖാലിസ്ഥാനിൽ നിന്ന് കിട്ടുന്ന പണത്തിന് വേണ്ടിയാ. അങ്ങനെ ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ പണം വാങ്ങി പഞ്ചാബിൽ അധികാരത്തിൽ വന്നു. ഇന്ത്യ മുഴുവൻ പിടിക്കാൻ വേണ്ടി ഗുജറാത്തിലും ഹരിയാനയിലും ഗോവയിലുമൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിക്കാൻ നോക്കിയപ്പോ അവർക്ക് അടിപതറി. പണം തികയാതെ വന്നു. വലിയ ശക്തന്മാരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയോടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടുമൊക്കെ സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ മദ്യ അഴിമതിയിലൂടെ ആയിരക്കണക്കിന് കോടി രൂപ സമ്പാദിക്കാനുള്ള അഴിമതിയുടെ ആഴക്കയങ്ങളിലേക്ക് മുങ്ങി. നോക്കണം, നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും 4 മന്ത്രിമാരും 14 MLA-മാരും ഒന്നിച്ച് ജയിലിലേക്ക് പോകുന്നത്. വേറെ ഒരു പാർട്ടിയും നേരിടാത്ത കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു പാർട്ടിയല്ല, ഇതൊരു കൊള്ള സംഘമായിരുന്നു, ഇതൊരു ഭീകര സംഘടനയായിരുന്നു. ജനാധിപത്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് അഴിമതി വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അണ്ണാ ഹസാരെയുടെ വലിയ മുന്നേറ്റത്തെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റിക്കൊണ്ട് അതിവിദഗ്ധമായിട്ട് ഡൽഹി ഭരണകൂടത്തിന്റെ മുകളിലേറി 10 കൊല്ലം ഭരിച്ച നരാധമനായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ അന്ത്യം അതൊരു വ്യക്തിയുടെ ഒരു കള്ള സംഘമായിരുന്നു, രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ പതനം ഇന്ത്യയിലെ മുഴുവൻ ഡീപ് സ്റ്റേറ്റുകാർക്കുമുള്ള മുന്നറിയിപ്പാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ പതനം ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കുള്ള മുന്നറിയിപ്പാണ്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു അർബൻ നക്സലിസം. ആ അർബൻ നക്സലിസമാണ് ഇന്ന് കോൺഗ്രസ് എടുത്ത് പയറ്റാൻ ശ്രമിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ എങ്ങനെയാണോ അർബൻ നക്സലുകളെ പിന്താങ്ങിയത്, എങ്ങനെയാണോ ഖാലിസ്ഥാനികളെ പിന്താങ്ങിയത്, എങ്ങനെയാണോ അന്താരാഷ്ട്ര NGO-കളുടെ പിൻബലത്തോടു കൂടി ഇന്ത്യയിൽ ഒരു അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചത്, അതിന്റെ അതേ പാതയിലൂടെ കോൺഗ്രസ് നീങ്ങാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അടുത്തതായിട്ട് ഇല്ലാതാകാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തുറുപ്പ് ചീട്ട് വരെ പുറത്തെടുത്തല്ലോ ഡൽഹിയിൽ. അതായത് പ്രിയങ്കയെ ഇറക്കിയല്ലോ. എന്ത് സംഭവിച്ചു? പ്രിയങ്ക ഇറങ്ങിയാലും രാഹുൽ ഇറങ്ങിയാലും അവരുടെ കൂടെ അവരുടെ അമ്മ ഇറങ്ങിയാലും 3 പേരും കൂടെ ഒന്നിച്ചിറങ്ങിയാലും ഇതിലപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഡൽഹി രാഷ്ട്രീയം കാണിച്ചു കൊടുത്തു. അതാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ ഫലത്തിൽ നിന്ന് പ്രാഥമികമായി മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ വസ്തുത. ഇന്ത്യൻ രാഷ്ട്രീയം ശുദ്ധീകരിക്കപ്പെടാൻ പോവുകയാണ്. ദേശീയതയ്ക്കെതിരെ ഉയരുന്ന ഏതൊരു ശക്തിക്കും ഈ മണ്ണിൽ നിലനിൽപ്പില്ല എന്ന് ഡൽഹി നിവാസികൾ, ഇന്ത്യയുടെ പരിച്ഛേദമാണ്. 15% ഡൽഹിക്കാരും 85% മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോകുന്നവരുമാണ് അവിടെ ഉള്ളത്. 20 ലക്ഷം മലയാളികളുണ്ട്. 13 ലക്ഷം മലയാളികൾ വോട്ട് ചെയ്തിട്ടുണ്ട്. 93 ലക്ഷം പേര് വോട്ട് ചെയ്ത ഡൽഹി തെരഞ്ഞെടുപ്പിൽ 13 ലക്ഷം മലയാളികളുടെ വോട്ട് എങ്ങോട്ട് പോയി എന്നുള്ളത് വ്യക്തമാണ്. 7 മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ 6 എണ്ണവും BJP പിടിച്ചു എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാണ്. ഇനി ഇന്ത്യ എമ്പാടും ഉണ്ടാവും. ഹരിയാനയില് ഉണ്ടായ സംഭവം, മഹാരാഷ്ട്രയിൽ ഉണ്ടായ സംഭവം ഇന്ന് ഉത്തർപ്രദേശിലും നടന്നിരിക്കുന്നു. മിൽക്കിപൂർ എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലം, അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിന്റെ ഒരു ഭാഗമായ അസംബ്ലി മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ വീണ്ടും BJP വൻ ശക്തിയായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന അവകാശവാദത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് അത്. എനിക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിലെ മാധ്യമങ്ങൾ, ഞാൻ ഇന്ന് ഒരു മാധ്യമത്തിൽ ഇരുന്നു കൊണ്ട് തൊട്ട് മുമ്പ് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു മാധ്യമം അവരൊക്കെ എന്താ ചെയ്തത്? സത്യം പറഞ്ഞാൽ ഡൽഹി ഇലക്ഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളുടെ മൂക്കിന് കിട്ടിയ ഇടിയ. കാരണം ഇവരൊക്കെ ഇന്ന് റിസൾട്ട് പറയുമ്പോ പോലും എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അതാ 36 സീറ്റോടുകൂടി ആം ആദ്മി പാർട്ടി തിരിച്ചു വരികയാണ്, BJP നിലം പരിശാകുകയാണ് എന്ന് വരെ പറഞ്ഞ മാധ്യമങ്ങളാ ഉള്ളത്. സത്യം എന്താണെന്ന് ഇവർക്കൊന്നും അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. അരവിന്ദ് കെജ്രിവാളിന്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്ന, അവന്റെയൊക്കെ പണം വാങ്ങിച്ചിട്ട് അവന് കുഴലൂത്ത് നടത്തുന്നവരാ. ഇത് ഞാൻ പറഞ്ഞപ്പോ ഒരു മാധ്യമ സിംഹ എന്നോട് പറഞ്ഞു, ഒരു ആങ്കർ എന്നോട് പറഞ്ഞു, ഇല്ല, ഞങ്ങളൊക്കെ ഇവർക്കെതിരെ പോരാടുന്ന പാരമ്പര്യമുള്ളവരാണ്, അരവിന്ദ് കെജ്രിവാൾ ഞങ്ങളെ ഓഫീസിൽ കയറ്റാത്തതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിച്ചവരാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, പിണറായി വിജയൻ ഇറങ്ങി പോടാന്ന് പറഞ്ഞപ്പോ പിണറായി വിജയനെ വാഴ്ത്തുപാട്ട് പാടിയവരല്ലേ നിങ്ങൾ? സിന്ദാബാദ് വിളിച്ചവരല്ലേ? അരവിന്ദ് കെജ്രിവാൾ കാല് മടക്കി അടിച്ചാൽ നിങ്ങൾ ആ കാലെ കെട്ടിപ്പിടിച്ച് കരയാനല്ല നിങ്ങൾക്ക് അറിയത്തുള്ളൂ, അതിനുള്ള പ്രതിഫലമാണ് കിട്ടിയത് എന്ന് പറഞ്ഞു. ഏതായാലും
കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഖത്തിന് കിട്ടിയ അടിയും ഇടിയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇന്നും അവർ ധരിച്ചത് ആം ആദ്മി പാർട്ടി തിരിച്ചു വരും, ഇതോടെ BJP നിലംപരിശാകുമെന്ന്. ഏതായാലും ഇവരുടെ ഒന്നും ഔദാര്യമില്ലാതെ, ഇവരുടെ ഒന്നും പിൻബലമില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയുടെ തലസ്ഥാനത്ത് ബാലികേറ മലയായിട്ടുണ്ടായിരുന്ന ആ മലയും കൂടെ തിരിച്ചു പിടിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ അഭിമാനമാണ് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യത്തിനെതിരെ ഉയരുന്ന എല്ലാ അടവുകളും എല്ലാ ആക്രമങ്ങളും പ്രതിരോധിക്കാനുള്ള ശേഷി BJPക്കും BJPയുടെ നേതാവിനും ഉണ്ട് എന്ന് കാണിച്ചു തന്നിരിക്കുന്നു. സംശുദ്ധ രാഷ്ട്രീയത്തിലേക്ക് അപ്രതിരോധ്യമായ രാഷ്ട്രീയ ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടി മടങ്ങി വരുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ നമ്മൾ ഇന്ന് കണ്ടത്.